അഫേസിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഭാഗമുണ്ട്. നമ്മളതിനെ പെരിസിൽവിയൻ എന്നൊക്കെ പറയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് ഈ സ്ട്രോക്ക് കാരണമുള്ള ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെടും. അപ്പോൾ 3 തരം സംസാരശേഷി നഷ്ടപ്പെടലാണ് മെയിനായിട്ടുള്ളത്. ഒന്നാമത്തേൻ്റെ പേരാണ് മോട്ടോർ അഫേസിയ, രണ്ടാമത്തേൻ്റെ പേരാണ് സെൻസറി അഫേസിയ, മൂന്നാമത്തേൻ്റെ പേരാണ് ഗ്ലോബൽ അഫേസിയ. മോട്ടോർ അഫേസിയ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ആ രോഗിക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് സംസാരിക്കാൻ, അതായത് സംസാരം പുറപ്പെടുവിക്കാനുള്ള കഴിവ് കുറവാണ്. എന്നാൽ അവർക്കെല്ലാം മനസ്സിലാവും, ചോദിക്കുന്നത് പറയുന്നതൊക്കെ മനസ്സിലാവും, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമതാണ് സെൻസറി അഫേസിയ. സെൻസറി അഫേസിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സംസാരം നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ സംസാരിക്കുന്നത് ചോദിക്കുന്നതിനുള്ള ഉത്തരം ആയിരിക്കണം നിർബന്ധമില്ല. മാത്രമല്ല അവരിങ്ങനെ കുറേ സംസാരിച്ചുകൊണ്ടിരിക്കും. പുതിയ പുതിയ വാക്കുകൾ, നമ്മളിതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയ വാക്കുകൾ ഒക്കെ ആ സംസാരത്തിലുണ്ടാവും. അങ്ങനത്തെ ഒരു അഫേസിയാണത്. മൂന്നാമത്താണ് ഗ്ലോബൽ അഫേസിയ എന്ന് പറഞ്ഞാൽ അവരൊന്നും സംസാരിക്കുന്നില്ല, അവർക്കൊന്നും മനസ്സിലാകുന്നില്ല, അവരിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ സ്ട്രോക്കിൻ്റെ ചികിത്സയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബി ഫാസ്റ്റ്. പെട്ടെന്നുണ്ടാകുന്ന ബാലൻസിൻ്റെ പ്രശ്നം, പെട്ടെന്നുണ്ടാകുന്ന കാഴ്ചയുടെ പ്രശ്നം, പെട്ടെന്നുണ്ടാകുന്ന മുഖത്തിൻ്റെ കോടൽ, പെട്ടെന്നുണ്ടാകുന്ന കൈകാൽ ബലക്കുറവ്, പെട്ടെന്നുണ്ടാകുന്ന സംസാരത്തിൻ്റെ പ്രശ്നം, ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് ചികിത്സിക്കുന്ന ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക. താങ്ക് യു.